ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നയനം 17ാം ഭാഗത്തിലാണ്. നമ്മുടെ നയന ഇപ്പോഴും ICUവിലാണ്. പക്ഷേ അപകടമൊന്നുമില്ല. ഇത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് അവളുടെ സ്നേഹം അങ്ങനെയെങ്കിലും ഒന്ന് നേരെ ആയിക്കോട്ടെ എന്ന് കരുതി ഉണ്ടാക്കിയതാട്ടോ. ഇനി ഞാൻ വിചാരിച്ചതിനെ നടക്കുമെന്ന് അറിയില്ല. എന്തായാലും അവളുടെ ഡിസ്ചാർജൊക്കെ ഈ പാർട്ടിലുണ്ടാവും കേട്ടോ. നയനം 17ാം ഭാഗം. ഫോൺ റിങ് അവസാനിക്കാനായതും അവൻ ഫോൺ പോക്കറ്റിൽ നിന്നും വലിച്ചെടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേരിലേക്ക് അവൻ ഈർഷ്യയോടെ നോക്കി. ഫോൺ അവൻ ഞെക്കിപ്പൊടിക്കും പോലെ പിടിച്ച് ഇറുക്കി. വികാരക്ഷോഭത്താൽ അവൻ്റെ ഹൃദയം അടർന്നു വീണു രക്തം പൊടിഞ്ഞു. എന്താടി നിനക്ക് വേണ്ടത്? സൂസൻ്റെ കോൾ ചെവിയിൽ വെച്ചുകൊണ്ട് അവൻ അലറി. അർജുൻ, നയന എവിടെ? സൂസൻ ആകുലതയോടെ തിരക്കി. അവൻ്റെ സ്വരവ്യത്യാസം അവളെ കൂടുതൽ ആദിയിലാഴ്ത്തി. അവളെ ഞാനേ എടുത്ത് പുഴുങ്ങിത്തിന്നു. എന്തിന്, നിനക്കും വേണമായിരുന്നോ? തമാശ കളിക്കാതെ കാര്യം പറയാം അർജുൻ. ആക്സിഡൻറ്റ് പറ്റി അവളെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? നയനയുടെ അമ്മച്ചി അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശ്വാസം വിടാതെ സൂസൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആര് വിളിച്ചാലും എനിക്കെന്താടി? അവളെ കാശ് മുടക്കി സ്വന്തമാക്കിയത് ഞാനാണ്, ഈ അർജുൻ. അടുത്ത 1 വർഷത്തേക്ക് നയനയുടെ മേലിൽ മറ്റാരേക്കാൾ അവകാശം ഈ അർജുനനാണ്. അത് കഴിഞ്ഞിട്ടേ ഇനി അവളുടെ തന്തയും തള്ളക്കും അവകാശമുള്ളൂ. 1 വർഷം മുഴുവൻ അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മേലാൽ ഇനി അവളുടെ കാര്യം ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. അർജുൻ്റെ ഗർജനം അവളുടെ കാതിൽ ഇരമ്പിച്ചു വന്നു. അവൻ ഫോൺ കട്ട് ചെയ്ത് നയനയുടെ മുറിയിലേക്ക് നടന്നു. ആരോടൊക്കെയോ എപ്പോഴൊക്കെയോ ഉള്ള ദേഷ്യം അവൻ സൂസനോട് തീർത്തു. റൂമിൻ്റെ അടുത്തേക്ക് എത്തും തോറും അവന് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു. ആ സ്ത്രീ അവിടെ നിന്നും പോയി കാണില്ലയോ എന്നവൻ ആദിയോടെ ഓർത്തു. മുറിയിലേക്ക് ഓടിച്ചെന്ന് കയറാതെ ആദ്യമൊന്ന് എത്തി നോക്കി. നെഞ്ചിൽ 2 കൈകളും പിണച്ചു വെച്ച് കണ്ണടച്ച് കിടക്കുന്ന നയന മാത്രമേ അവിടെയുള്ളൂവെന്ന് കണ്ടതും അർജുൻ അകത്തേക്ക് കയറി. ആ കിടക്കുന്നവളെ നോക്കി ദീർഘമായി നിശ്വസിച്ചു. ആരുടെയോ കാൽപെരുമാറ്റം അറിഞ്ഞതും നയന കണ്ണുകൾ തുറന്നു. എവിടെ പോയതായിരുന്നു? കബോർഡ് തുറന്നു നോക്കുന്നവനെ എത്തി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അവൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. എനിക്കൊരു സഹായം ചെയ്തു തരുമോ? നയന ചോദിച്ചത് കേട്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ ഒന്നുകൂടെ എടുത്തു നോക്കി. പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവൻ ബ്രേക്കിട്ട പോലെ നിന്നു. ഫോണിലേക്ക് നോക്കുന്ന മിഴികൾ ഉയർത്തി. എന്താ? മുഴക്കമുള്ള പരുക്കമായ ശബ്ദം അവളെ എന്നത്തെയും പോലെ ഭീതിപ്പെടുത്തി. എനിക്കൊന്ന് എഴുന്നേൽക്കണം, വാഷ്റൂമിൽ പോകാനാ. നയന നിസ്സഹായതയോടെ അവനെ നോക്കി. അവൻ്റെ ഇപ്പോൾ കാണുന്ന മുഖഭാവം കണ്ടാൽ ഒരുപക്ഷെ നയനയുടെ ആവശ്യം തിരസ്കരിക്കുമെന്ന് തന്നെ തോന്നും. മുൻപൊരിക്കൽ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയവനെ യാതൊരു വിദ്വേഷവും മനസ്സിൽ വെക്കാതെ ശുശ്രൂഷിച്ചവളാണ് മുൻപിൽ ഇങ്ങനെ കിടക്കുന്നത്. അവൻ്റെ അന്നത്തെ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദി അവളായിരുന്നെന്ന് മാത്രം. അർജുനൻ നയനയുടെ അരികിലേക്കിരുന്നു. അവളുടെ വലം കൈയിൽ ഘടിപ്പിച്ച IV ക്യാനിലേക്ക് നോട്ടമെത്തി. നിന്നെ ഇപ്പോൾ പശുവിനെ തിന്നാൻ കിട്ടിയ പോലെ കെട്ടിവെച്ചേക്കില്ലേ? ഇത് ഊരി മാറ്റാതെ എങ്ങനെ വാഷ്റൂമിൽ പോകും? അർജുൻ ചിന്തയോടെ ചോദിച്ചു. അവൻ എഴുന്നേറ്റ് പോയി ഒരു നേഴ്സിനെയും കൊണ്ടുവന്നു. കാര്യം അർജുൻ ആദ്യമേ ബോധിപ്പിച്ചത് കൊണ്ട് തന്നെ മുറിയിലേക്ക് കയറിയതും അവർ വേഗം അവരുടെ ഡ്യൂട്ടിയിലേക്ക് തിരിഞ്ഞു. വാഷ്റൂമിൽ പോയി വന്നിട്ട് വിളിക്കണം. നഴ്സ് സ്ട്രിപ്പ് ട്യൂബ് കാനുലയിൽ നിന്ന് വേർപ്പെടുത്തി കാനുലയുടെ അറ്റത്തുള്ള ട്യൂബിൻ്റെ തുറന്ന ഭാഗം അടച്ചു വെക്കുകയും ചെയ്തു. മുറി വിട്ടു പോകുന്ന നഴ്സിനെ നോക്കി തിരിഞ്ഞു അർജുൻ നയനയുടെ അരികിലേക്ക് ചെന്നു. ആ ബെഡിലിരുന്നു. അവൻ തൻ്റെ അരികിലിരുന്നതും നയന ഒന്ന് എത്തിപ്പൊങ്ങി സ്വയം 2 കൈകളും അവൻ്റെ ചുമലിലേക്ക് എടുത്തു വെച്ചു. അപ്രതീക്ഷിതമായുള്ള അവളുടെ ആ നീക്കം അവനിൽ അതിശയം തീർത്തെങ്കിലും മുഖത്തെ ഗൗരവം വെടിഞ്ഞില്ല. അവളുടെ ശ്വാസോച്ഛ്വാസം അവൻ്റെ കഴുത്തിലും കാതിലും ഇക്കിളി കൂട്ടി. തൻ്റെ ചുമലിനെ ആശ്രയിച്ചവളെ അവൻ ഒന്നുകൂടെ നെഞ്ചോട് ചേർത്തു. അവൻ്റെ ചെറുതാടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ അരിച്ചിറങ്ങി. അവളെ ചുംബിച്ചു മയക്കണമെന്നൊരു ആസക്തി അവനെ ആശയക്കുഴപ്പത്തിലാക്കി. മനസ്സിന് കടിഞ്ഞാണിടാനാവാത്ത അർജുനിൽ നിന്ന് ഒരു പതർച്ച. തൻ്റെ കൊതിയെ പൂർത്തിയാക്കാൻ വേണ്ടി സ്വന്തമാക്കിയ ഒരുത്തിയോട് എന്തിനു കരുണ കാണിക്കണം? ആ പതർച്ചയിലും അവൻ്റെ കുബുദ്ധി ഉപദേശിച്ചു. എന്നിട്ട് അരുതെന്ന് പറയുന്ന ആ ചെറു നന്മയെ അവൻ്റെ ഉള്ളിൽ കൂടുകൂട്ടിയിരുന്നു. അവളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ബെഡിലേക്ക് ആഞ്ഞു നിൽക്കുന്നവനെ നയന
മിഴികൾ ഉയർത്തി നോക്കി. അവൾ തന്നെ ആയാസപ്പെട്ട് കാലുകൾ നിലത്തേക്ക് കുത്താൻ തുനിഞ്ഞതും ഞൊടി നേരം കൊണ്ടൊരു അപ്പൂപ്പൻ താടി ഉയർത്തും കണക്കെ അർജുൻ അവളെ എടുത്തുയർത്തി. ഒരു നിമിഷം വായിലേക്ക് പൊങ്ങിപ്പോയെന്നവൾ ഓർത്തുപോയി. അവളെ കയ്യിലെടുത്തു പോകുന്നവൻ്റെ മിഴികളിൽ അവളുടെ നക്ഷത്രക്കണ്ണുകൾ കോർത്തുപോയി. വാഷ്റൂമിൻ്റെ വാതിലിക്കൽ അവളെ പിടിച്ചു നിർത്തി. ഞാൻ പോയിക്കോളാം. അകത്തേക്ക് അവൻ വരുമോ എന്നവൾ ഭയന്നു. അർജുൻ വാഷ്റൂമിൻ്റെ ഭിത്തിയിൽ ചാരി നിന്ന് ഫോണിൽ നോക്കി നിന്നു. നയന വാതിലിൻ്റെ ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ അവിടേക്ക് പോയി നിന്നു. കുഴപ്പമില്ല സാർ, ഞാൻ നടന്നോളാം. ഈ കൈ കുത്തിക്കൊണ്ട് എഴുന്നേൽക്കാൻ സാധിക്കില്ലായിരുന്നു. അതാ ഞാൻ സാറിനെ വിളിച്ചത്. അവൾക്ക് നേരെ നീട്ടിയവനോടായി അവൾ പറഞ്ഞു. നിവർത്തികേട് കൊണ്ട് അവനോട് സഹായം ചോദിച്ചതിൻ്റെ ലജ്ജ നയനയുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. അവളുടെ ആ അവഗണന അവൻ്റെ ഉള്ളിൽ വീണ്ടും അമർഷം നിറച്ചു. എനിക്ക് സുഖിക്കാൻ വേണ്ടി ഒരുത്തിയെ പണം കൊടുത്ത് വാങ്ങിയിട്ട് ഒടുക്കം ഞാനിപ്പോൾ അവളുടെ ബാല്യക്കാരനായി. മറ്റെങ്ങോ നോക്കിക്കൊണ്ട് ഒട്ടും കരുണയില്ലാതെ പറയുന്നവൻ്റെ മുഖത്തേക്ക് അവൾ സങ്കടത്തോടെ നോക്കി. ആ മിഴികൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. അവൾക്ക് കരച്ചിലടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞു ഉറക്കെ തന്നെ. മിഴികൾ ഇറുക്കി അടച്ചു തല കുനിച്ചു. എന്ത് പറഞ്ഞാലും ഇങ്ങനെ മൂങ്ങിയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ്? 3 ആഴ്ച കഴിഞ്ഞ് നീ എൻ്റെ അടുത്തെത്തിയിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു? നീ എന്തുണ്ടാക്കി? ആദ്യം എന്നെ വീഴ്ത്തി. ഇപ്പം നീ സ്വയം റോഡിലേക്ക് ചാടി വീണു. കണ്ട വണ്ടിയുടെ വായിലേക്ക് ചാടി. ഇത്രയും വളർന്നിട്ട് നിനക്ക് മര്യാദക്ക് റോഡ് മുറിച്ച് കടക്കാൻ അറിയില്ലെന്ന് ഞാൻ വിശ്വസിക്കണമായിരിക്കും. ഇതുകൊണ്ടൊന്നും നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട നയന. നിൻ്റെ ഈ 2ാം ജന്മം എന്തിനാണെന്നറിയോ? ഈ അർജുനൻ നിന്നെ വെച്ച് സുഖിക്കാൻ. അവളുടെ തൊട്ടരികിൽ വന്നു നിന്ന് തല കുമ്പിട്ട് നിൽക്കുന്നവളുടെ നെറ്റിയിൽ അവൻ നെറ്റിമുട്ടിച്ചു. കൊതിയോടെ അവളുടെ ചുമലിലൂടെ അവൻ്റെ കൈകൾ അങ്ങനെ സഞ്ചരിച്ചു. അവനിൽ ഒരു തരി പോലും ദയയില്ലെന്ന് മനസ്സിലാക്കിയ നയന രോഷത്തോടെ അവൻ്റെ കൈകളിൽ നിന്ന് കുതറി മാറി. കരഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നയന അർജുനെ നോക്കി. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ജ്വാലയിൽ അവൻ വെന്തു വെണ്ണീറായി തീർന്നേനെ. അവൻ്റെ ഓരോ വാക്കുകൾ അത്രമേൽ അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചു കളഞ്ഞിരുന്നു. ഡോക്ടർ ഹരീന്ദ്രൻ ഒരു പേപ്പറിൽ വളരെ വേഗതയിൽ എന്തോ എഴുതി കുറിക്കുന്നുണ്ട്. അന്ന് അവൻ്റെ മുറിയിൽ ക്ലീനിങ് സ്റ്റാഫിനൊപ്പം വന്ന നേഴ്സ് പെൺകുട്ടി ഡോക്ടറുടെ അടുത്ത് അയാൾ എഴുതി കുറിക്കുന്ന ലീസ്റ്റ് കാത്തു നിൽപ്പുണ്ട്. അർജുൻ ഡോക്ടറുടെ മുറിയുടെ മുമ്പിൽ പതുങ്ങി നിന്നു. 2 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം അവനെ വല്ലാതെ മുഷിപ്പിച്ചിട്ടുണ്ട്. അതാ മുഖം അറിയുന്ന ആർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകും. ആ അർജുൻ നോക്കി നിൽക്കാതെ കയറി വാടോ. എഴുത്തിനിടയിൽ മുഖം ഉയർത്തിയതും ഡോക്ടർ അവനെ കണ്ടു. ഡോക്ടർ എഴുത്തു നിർത്തി അവനെ അകത്തേക്ക് വിളിച്ചു. മുഖത്ത് നിറഞ്ഞ ഒരു പുഞ്ചിരി വിടർത്തി അവൻ കൈകൾ താഴ്ത്തിയിട്ട് ഡോക്ടർക്ക് മുൻവശത്തെ ചെയറിൽ ചെന്നിരുന്നു. അവൻ്റെ മനസ്സറിഞ്ഞ് ഒരുപാട് സഹായം ചെയ്ത ഡോക്ടറോടുള്ള ബഹുമാനം ആ ശരീരഭാഷയിൽ പ്രകടമായിരുന്നു. ഡോക്ടർക്ക് അരികിൽ നിൽക്കുന്ന നേഴ്സിൻ്റെ മുഖത്തേക്ക് അവൻ തല ഉയർത്തി നോക്കി. എന്നാൽ ആ പെൺകുട്ടി അങ്ങനെ ഒരുവൻ അവിടെ ഇരിപ്പുണ്ടെന്ന ഭാവം പോലും മുഖത്ത് കാണിക്കാതെ ഡോക്ടറെ എഴുതിക്കഴിഞ്ഞു തിരിച്ചേൽപ്പിച്ച പേപ്പറുകൾ ഓരോന്നായി മറിച്ച് നോക്കുന്ന തിരക്കിലായിരുന്നു. വല്ലാത്തൊരു അഹംഭാവമുണ്ട് അവളുടെ മുഖത്ത്. ശിരസ് താഴ്ത്തി തന്നെ പിടിച്ചു മുറിവിട്ടു പോകുന്നവളെ നോക്കി അർജുൻ ഓർത്തു. അർജുൻ തൻ്റെ മുമ്പിലെ ഡോക്ടറെ തിരിഞ്ഞു നോക്കി കസേരയിൽ നേരെയിരുന്നു. പറയൂ അർജുൻ, എന്താണ് തൻ്റെ മുഖത്തൊരു ദുഃഖം? ഡോക്ടർ ഡെസ്കിൽ കൈ മുട്ടുകുത്തി കൈകൾ നിവർത്തി വെച്ചും കുറച്ചു മുന്നോട്ടാഞ്ഞു തിരക്കി. നയനയെ എന്ന് ഡിസ്ചാർജ് ചെയ്യും ഡോക്ടർ. ഈ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അർജുൻ 2 കരങ്ങളും കൂട്ടിച്ചേർത്ത് പിടിച്ചു. അസ്വസ്ഥത തനിക്കോ അതോ അവൾക്കോ? ഡോക്ടർ കണ്ണുകൾ താഴ്ത്തി വശ്യമായി പുഞ്ചിരിച്ചു. സർ, അവൾക്ക് തന്നെ. വീട്ടിൽ പോയാൽ അവൾ ഓക്കെ ആകും. ഡോക്ടറുടെ കുത്തി ചോദ്യം അവനെ ഏറെ സമ്മർദ്ദത്തിലാക്കി. പക്ഷെ ദേഷ്യപ്പെടില്ല. കാരണം സഹായിച്ചവനെ അർജുൻ ഒരിക്കലും ശത്രുവാക്കില്ല. തലയിലെ മുറിവ് മാത്രമേ കുറച്ച് ഡീപ്പുള്ളൂ. 2 ഡേയ്സ് കൂടെ കിടന്നോട്ടെ എന്നേ ഞാൻ പറയൂ. അർജുന് പ്രയാസമാകുന്നുണ്ടെങ്കിൽ നയനയെ നാളെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ അർജുൻ ആശ്വാസമായി. അതുവരെ ഉണ്ടായിരുന്ന വീർപ്പുമുട്ടലുകൾ ഒഴിഞ്ഞു തുടങ്ങി. മനസ്സ് ശാന്തമായി. സഹായത്തിന് വേണമെങ്കിൽ ഒരു സ്ത്രീയെ കൂടി നിർത്തിക്കോളൂ. നയനയുടെ ബോഡി വളരെ വീക്കാണ്. കൃത്യസമയത്ത് ആ കുട്ടി ഫുഡ് കഴിക്കണം.
ഡോക്ടർ അതുവരെ ഉള്ള കളിതമാശകൾ നിർത്തി സീരിയസ് ആയി. അത് വേണ്ട ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം അവളെ. അർജുൻ്റെ മുഖം മങ്ങി തുടങ്ങി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ സ്വർഗത്തിലേക്ക് ആരെയും എലോ ചെയ്യണ്ടടോ. ബട്ട് വൺ തിങ്, താൻ അവൾക്ക് ശരിക്കും റെസ്റ്റ് കൊടുക്കണം കേട്ടോ. ഡോക്ടറുടെ വാക്കുകളിൽ കളിയാക്കലുകൾ മുഴച്ചു നിന്നു. വിളറി വെളുത്ത മുഖത്തോടെ എഴുന്നേറ്റ് പോകുന്നവനെ അയാൾ നോക്കി രസിച്ചു. ഉമ്മറത്തോണിൽ ചാരി നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന ത്രേസ്യയുടെ അരികിലേക്ക് കോശി ചെന്നു. നീ ഇങ്ങനെ ആവലാതിപ്പെട്ട് വെറുതെ ദീനം വെത്തി വെക്കണ്ട. അവൾ ചിലപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ അവരുടെ കൂടെ പോയതാകും. ചെറിയ ഞെക്കി ഫോണിൽ നോക്കി നെടുവീർപ്പിടുന്ന ഭാര്യയെ അയാൾ സമാധാനിപ്പിച്ചു. എവിടെ പോവുകയാണെങ്കിലും കൊച്ചിനെ നമ്മളെ വിളിച്ചു പറഞ്ഞൂടെ? അവളുടെ ഫോൺ കേട് വന്നിട്ടുണ്ടെങ്കിലോ അതാകും വിളിക്കാത്തേ. അയാൾ ദയനീയമായി പറഞ്ഞുകൊണ്ട് ഉമ്മറത്തിണ്ണയിൽ കാൽ നീട്ടിയിരുന്നു. വേറെ കൂട്ടുകാരികളുടെ കയ്യിലും ഫോൺ കാണില്ലേ? കൊച്ചിന് അതിൽ നിന്നൊന്ന് വിളിക്കാൻ മേലേ? നിങ്ങൾ എന്തൊക്കെ മുട്ടുന്യായം പറഞ്ഞാലും അവൾക്ക് എന്തോ ആപത്ത് പിഴഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ത്രേസ്യ അവശനായ ആ മനുഷ്യൻ്റെ തോളിൽ സ്പർശിച്ചു. മാറത്ത് വിരിച്ച മുണ്ടിൻ്റെ അറ്റം കൊണ്ട് മീനീർ ഒപ്പി. നയനയുടെ ഫോണിലേക്ക് തുരുതുരാ വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കാത്തതിൽ കോശിക്കും അതിയായ ആദി തോന്നി. അയാൾ നോക്കുന്ന നെഞ്ചിൽ കൈയമർത്തി തടവി മിഴികൾ അടച്ചു കിടന്നു. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് പൂർത്തിയായതും അർജുൻ മുറിയിലേക്ക് വന്നു. അവർക്ക് ആഹാരം കൊണ്ടുവന്ന നേഴ്സ് നയനയെ ബാഗുകൾ എടുത്തു വെക്കാൻ സഹായിക്കുന്നുണ്ട്. ഇറങ്ങാം, അവൻ അവർക്ക് പിറകിൽ ചെന്ന് ചോദിച്ചതും നയന തിരിഞ്ഞു നോക്കി അതേ എന്ന് തലയാട്ടി. വസ്ത്രങ്ങളും സാധനങ്ങളും ബാഗിൽ നിറച്ചു. ആ നേഴ്സ് ആ ബാഗ് അവളെ ഏൽപ്പിച്ചു. പുഞ്ചിരിയോടെ അവരോട് യാത്ര പറഞ്ഞു. ആ കോറിഡോറിലൂടെ നടന്നു നീങ്ങി. ഒത്തിരി പൈസയായോ? അവൻ്റെ കൈകളിലെ പേപ്പറിലേക്ക് നോക്കിക്കൊണ്ടവൾ തിരക്കി. ഇല്ല, ഫ്രീയാ. എൻ്റെ കമ്പനിയുടെ ഡ്രസ്സുകളൊക്കെ ഈ ഹോസ്പിറ്റലിൻ്റെ മുതലാളിക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അതോടെ അവർ നമുക്ക് തന്ന ആതുര സേവനം വെറും സേവനമായി അവരങ്ങ് കണക്കാക്കി. അവൻ അവളെ ആക്കി പറഞ്ഞതാണെന്ന് മനസ്സിലായതും നയന പിന്നെ ഒന്നും മിണ്ടിയില്ല. ഈ സ്വഭാവം ഇത്തിരി കുഴപ്പമില്ല. കടിച്ചു കീറുന്ന ആ പ്രകൃതമാണ് അസഹ്യം. മുൻപിലേക്ക് വേഗത്തിൽ കുതിക്കുന്നവൻ്റെ പിറകിൽ അനുസരണയുള്ള കുട്ടിയായി നയന അവളുടെ ബാഗും തൂക്കി പിടിച്ചു നടന്നു. അവർക്ക് എതിർ ദിശയിൽ വരുന്ന ആ സ്ത്രീയെ കഴിഞ്ഞ ദിവസം റൂമിൽ വെച്ച് കണ്ട ആ നേഴ്സിനെ ആദ്യം കണ്ടത് അർജുനായിരുന്നു. ഒരു 15 വയസ്സുകാരൻ്റെ മുമ്പിൽ കടും ചുവപ്പ് ഷോർട്ട് സ്കേർട്ടും ടോപ്പും ധരിച്ചു വന്ന ഈ സ്ത്രീ അയാളുടെ കരവലയത്തിനുള്ളിൽ കിടന്ന് കൊഞ്ചിക്കൊഴിഞ്ഞാടുന്ന ചിത്രം ഇന്നും അവൻ്റെ കണ്ണിൽ മായാതെ കിടപ്പുണ്ട്. അവർ മുൻപോട്ട് നടന്നടുക്കും തോറും ആ ഓർമ്മകൾ അവനെ തകർത്തുകൊണ്ടിരുന്നു. ചെന്നിയിൽ നിന്നും വിയർപ്പൊലിച്ചിറങ്ങി ഒരു ചാല് തീർത്തു. ആ സ്ത്രീ അവരെ കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് വന്നു. അവരുടെ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരി കാണെ സർവ്വതും തകർത്ത ഒരു ക്രൂരമായ അട്ടഹാസമായി അവന് ആ പുഞ്ചിരി തോന്നിച്ചു. തുടരും. അപ്പോൾ ഇനി എന്തൊക്കെ കോലാഹലങ്ങളാണെന്നറിയില്ല. ബാക്കി ഭാഗം ഞാൻ നാളെ തന്നെ ഇടാം കേട്ടോ.